ചൂരൽമലയിലെ നീറുന്ന ഓർമ്മകൾക്ക് ഒരു വയസ്സാകുന്നു. 2024 ജൂലൈ 30 ഇരുട്ടിന്റെ മറവിൽ ആർത്തലച്ചു വന്ന ഉരുളെടുത്തത് 300-ലേറെ പേരെ. കൺമുൻപിൽ നിന്ന് ചേർത്തു പിടിച്ചിരുന്ന കൈകളിൽ നിന്ന് ഭാര്യയെയും മക്കളെയും ഭർത്താവിനെയും അമ്മയെയും സഹോദരനെയും സഹോദരിയെയും ഒക്കെ ഉരുളെടുത്തു. അവരുടെ ജീവിത സ്വപ്നങ്ങൾ ആ രാത്രിയിൽ മലയിറങ്ങിയ കല്ലിൽ തട്ടി തകർന്നു. എൻ്റെ പേര് ലിജോ ജോസഫ്. എൻ്റെ പപ്പയും അമ്മയും ഈ കഴിഞ്ഞ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടിരുന്നു. ജോയി എന്ന് പറയും, ജോയി ലീലാമ്മ എന്നിവരുടെ മകനാണ് ഞാൻ. അവരുടെ വേർപാട് ശരിക്കും അംഗീകരിക്കാൻ ആയിട്ടില്ല എന്നുള്ള വേണം പറയാൻ. കാരണം വെച്ചാൽ പപ്പയുടെ ബോഡിയും അമ്മയുടെ ബോഡിയും കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെ ഒരു മരിച്ചടക്ക് എന്നുള്ള രീതിയിൽ നടന്നിട്ടില്ല. പപ്പയുടെ ബോഡി പാർട്ട് മാത്രമാണ് കിട്ടിയത്. അമ്മയെ സംബന്ധിച്ച് അമ്മ എവിടെയാണെന്ന് പോലും അറിയില്ല സത്യത്തിൽ. അപ്പോൾ അത് നമുക്കൊരു വേർപാട്. അവർ എവിടെയോ ഞാൻ മാറി നിൽക്കുന്നു, ഞങ്ങൾ മാറി നിൽക്കുന്നു എന്നല്ല, അവരെവിടെയോ ഉണ്ട് എന്നുള്ളൊരു ബോധ്യത്തിലാണിപ്പോഴും. അക്കൂട്ടത്തിൽ ചൂരൽമലയിലെ സെയിന്റ് സെബാസ്റ്റ്യൻസ് ഇടവകക്കാരുമുണ്ട്. ഇടവകയ്ക്ക് ഏറെ പ്രിയപ്പെട്ട നീതു ഉൾപ്പെടെ 8 പേരെയാണ് അന്ന് ഉരുളെടുത്തത്. എൻ്റെ പേര് ലോറൻസ്. ഞാൻ ഈ ഇടവകയിലെ ഒരംഗമാണ്, കൈക്കാരനും കൂടെയാണ് പള്ളിയിൽ. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഉരുളെടുക്കുന്നതിന് മുൻപ് വരെയുള്ള ആ ഒരു ജീവിതം, അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്നും രാവിലെ 6:30 കുർബാനയ്ക്ക് വന്നു കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് അച്ഛനോടായിട്ടൊക്കെ ഇടപഴകി സംസാരിച്ച് ഞങ്ങളുടെ ഒത്തിരി സങ്കടങ്ങളും ഒത്തിരി സന്തോഷങ്ങളും എല്ലാം ഞങ്ങളുടെ ഇടവക വികാരിയായ ജീവനച്ചോട് പങ്കുവച്ചിരുന്ന ഒരു നല്ല കാലമുണ്ടായിരുന്നു. അതെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് ആ ജൂലൈ 30 വന്ന ആ മഹാമാരിയും പേമാരിയും ഉരുളുപൊട്ടലെല്ലാം. അതിനുശേഷമുണ്ടായതെല്ലാം വളരെയധികം സങ്കടകരമായ കാര്യങ്ങൾ തന്നെയായിരുന്നു. പിന്നീട് എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ മുമ്പോട്ട് പോകണമെന്നും അറിയാത്തൊരു വലിയ ഒരു ദുഃഖക്കടലിൽ തന്നെയായിരുന്നു ഞങ്ങളുണ്ടായിരുന്നത്. ഞാൻ സുകന്യ അശ്വിൻ, മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ മെമ്പറാണ്. അതുപോലെ തന്നെ ചൂരൽമല ഇടവാംഗവും രൂപത സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവുമാണ്. ലൈഫിൽ കുറേയധികം ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളും ഒക്കെ സഹിച്ചിട്ടാണ് ഈ ഒരു വർഷം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കടന്നുപോയത്. വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ സമയങ്ങളിൽ സങ്കടവും വിഷമവും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ രണ്ടാമത്തെ സമയത്ത് മൊത്തത്തിലൊരു മരവിപ്പായിപ്പം. ഓരോ ദിവസവും പോകും തോറും മുന്നോട്ട് എങ്ങനെയാണ് പോകുന്നതെന്നോ ജീവിക്കുന്നതെന്നോ ഒന്നും അറിയാൻ മേലാത്തൊരവസ്ഥ. വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വേണ്ടപ്പെട്ട ആളുകളാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വിട്ടുപോയത്. അതിനുശേഷം പള്ളിയിലേക്ക് വരുമ്പം സത്യം പറഞ്ഞാൽ ഒരു മൂകതയാണ്. എല്ലാം ഒരുപാട് പേര് നഷ്ടപ്പെട്ടു പോയ പോലത്തെ ഒരു തോന്നലാണ്. നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇന്നവരൊക്കെ ഇവിടുന്ന് പോയി എന്ന് ഇപ്പോഴും വിശ്വാസം അങ്ങ് വരുന്നില്ല. അവരെല്ലാം എവിടേക്കോ ആരൊക്കെയോ എടുത്ത് പോയിരിക്കുകയാണെന്നുള്ളൊരു തോന്നൽ പലപ്പോഴും തോന്നാറുണ്ട്. സിംസേരി ചെന്ന് കല്ലറയിലേക്ക് നോക്കുമ്പോഴാണ് ഇവരൊക്കെ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞ് പോയല്ലോ എന്നുള്ള ആ ഒരു വേദനയോടുകൂടി ആ ഒരു നിമിഷം നമ്മളിലേക്ക് വരിക. ഇനിയും അത് അങ്ങനെ ഓർക്കാൻ തന്നെ കഴിയാത്തൊരവസ്ഥയിലാണുള്ളത്. ദൈവമേ, ഇനി ഇങ്ങനെയൊന്നും നമ്മുടെ ഇടവകയിൽ വരരുതെന്നും നമ്മുടെ ബാക്കിയുള്ളവരെല്ലാം ഇനി ചേർന്ന് ഇനിയിപ്പോൾ അവരുടെ മക്കളും അവരും എല്ലാം കൂടി ആ വലിയൊരു ദുഃഖത്തിൽ നിന്ന് കരകയറണമെന്നാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രാർത്ഥന. ഇന്ന് ചൂരൽമല ഇടവകാംഗങ്ങൾ അതിജീവനത്തിന്റെ പാതയിലാണ്. വെളുപ്പിനെ 2 മണിയൊക്കെ ആയപ്പോഴാണ്, ഒരു 1:45-2 മണിക്കുള്ളിലാണ് ശരിക്കും പറഞ്ഞാൽ ഉരുളുപൊട്ടലിൻ്റെ ആ ഒരു അറിവ് നമ്മളിലേക്കൊക്കെ എത്തുന്നത്. ആ സമയത്ത് അവിടെ എത്തിയപ്പോൾ മുതൽ ഈ ഒരു വർഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മുന്നോട്ട് പോകാൻ വളരെയധികം കഷ്ടപ്പാടായിരുന്നു. വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ബോഡികളും പഞ്ചായത്തിൻ്റെ ഹോളിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓടിപ്പാഞ്ഞ് ചെല്ലും. അത് നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മിനിറ്റും ഈ നമ്മുടെ ആ
ക്യാമ്പിൻ്റെ സമയത്ത് ക്യാമ്പിലൊക്കെ ഡ്യൂട്ടി ഇടുന്ന സമയത്ത് ഒരു തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ പ്രയാസങ്ങളോ ഒന്നും പറയാണ്ട് രാവിലെ 6 മണിക്ക് പോയി രാത്രി 2:30 3 മണിക്കൊക്കെ ആയിരിക്കും ഞങ്ങൾ തിരിച്ചു വരിക. അപ്പം ആ സമയത്തൊക്കെ ഇങ്ങനെ ഓരോ ബോഡികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ സമയത്തൊക്കെ ഞങ്ങളുടെ ഒരു മനസ്സിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയുന്ന ആരെങ്കിലും, നമ്മുടെ കൂട്ടത്തിലുള്ള അറിയുന്ന ആരെങ്കിലും ആവണേ, കാരണം ഒന്ന് തിരിച്ച് കിട്ടണേ എന്നുള്ള ആദ്യത്തെ സമയങ്ങളിലൊക്കെ പ്രാർത്ഥന ഏതെങ്കിലും ഹോസ്പിറ്റലുകളിൽ സേഫായിട്ടുണ്ടാവും, കുറേ അധികം ആളുകളെ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ സേഫായിട്ടുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. പിന്നെ ആ പ്രതീക്ഷ നഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടു കിട്ടിയാൽ നമ്മുടെ ആ ഒരു ആചാരപ്രകാരം ഇവിടെ അടക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് പറ്റും എന്നുള്ളൊരിതായിരുന്നു. പിന്നെ ഓരോ ദിവസവും കടന്നു പോകുന്തോറും ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ്. ഞങ്ങൾ ഒത്തിരി അടിച്ചു പൊളിച്ചിരുന്നു. അതായത് ഒരിക്കലും നടത്താത്ത പള്ളിയിലെ ടൂറ്, അതുപോലെ തന്നെ കൂട്ടായ്മ വാർഷികങ്ങൾ, ഓണാഘോഷം, പഴയ പിക്സുകളൊക്കെ കണ്ടാൽ അറിയാൻ പറ്റും. ഫോട്ടോസുകളിലൊക്കെ വളരെ സന്തോഷത്തിൽ ഇടവക്കാരെല്ലാവരും ഒരുമിച്ച് ഞങ്ങളെല്ലാവരും കൂടെ ലാസ്റ്റ് ഇയറിൽ ഭയങ്കര ആഘോഷങ്ങളായിരുന്നു. അച്ഛനോട് വാശി പിടിച്ച് ഞങ്ങൾ എറണാകുളത്ത് ടൂറൊക്കെ പോയി. എല്ലാ കാര്യങ്ങളും അടിപൊളിയായിരുന്നു. അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളി. പക്ഷേ ഈ ഒരു വർഷം ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ഞങ്ങൾക്കൊന്നും ഇല്ലാണ്ടായ ഒരു അവസ്ഥയാണിത്. നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് വിചാരിച്ച ആളുകളെല്ലാം നമ്മളെ വിട്ടുപോയിട്ടുണ്ട്. ഇനിയുള്ള ആഘോഷങ്ങളോ അങ്ങനെയൊന്നുമില്ല. അതായത് മനസമാധാനത്തിൽ എന്തെങ്കിലും ഒരു ആഘോഷം വരുമ്പം ഭക്ഷണം കഴിക്കാൻ മേലാത്ത ഒരവസ്ഥയിലാണ് സത്യത്തിൽ ചൂരൽമലക്കാർ കടന്നു പോകുന്നത്. ഈ ഇടവകക്കാരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥനകളിൽ പങ്കെടുക്കുക, ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒരു ജീവിത സാഹചര്യങ്ങൾ. എല്ലാ അമ്മമാരും അല്ലെങ്കിൽ അപ്പന്മാരെല്ലാം ഒരുമിച്ച് വരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞറിയിച്ചു തരാൻ കഴിയില്ല ഞങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളത്. നഷ്ടപ്പെട്ടവരുടെ വിങ്ങുന്ന ഓർമ്മകളിൽ അവർ ജീവിതം കരുപ്പിടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴും സർക്കാർ സംവിധാനങ്ങൾ സാങ്കേതികത്വത്തെ പഴിപറഞ്ഞ് ഉറ്റവരും ഉടയവരും നഷ്ടമായ ഈ പാവങ്ങൾക്ക് നേരെ കൊഞ്ഞനം കുത്തുന്നു. പലർക്കും ഇപ്പോഴും വീടുകൾ ഒന്നും തന്നെ ആയിട്ടില്ല. പലരും വീടിന് വേണ്ടി അപേക്ഷകളൊക്കെ സമർപ്പിച്ച് കാത്തിരിക്കുന്ന ഒരു വലിയ അവസ്ഥയാണുള്ളത്. സർക്കാരിൻ്റെ സ്ഥലമെടുപ്പും കാര്യങ്ങളും എല്ലാം അവിടെ കൽപ്പറ്റ കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് 1-2 പിന്നെ അവിടെ ഭവനങ്ങളായിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭവനങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ വരുള്ളൂ. അതെന്താണെങ്കിലും കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അത് കിട്ടും. പിന്നെ ബാക്കി അവരുടെ വാടകയ്ക്കാണ് എല്ലാവരും തന്നെ കഴിയുന്നത്. ഞങ്ങളുടെ ഈ ഇടവകയിൽ നിന്ന് പോയവർ തന്നെ എത്രയോ ദൂരെ നിന്നാണ് ഇവിടെ കുർബാനയ്ക്ക് വേണ്ടി വരുന്നത്. ഈ പള്ളിയിൽ നിന്ന് വിട്ടുപോകാൻ അവർക്ക് ഇപ്പോഴും താല്പര്യമില്ല. അതുപോലെ തന്നെ ഇനി ആ ജൂലൈ 30 ഓർക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഞെട്ടലാണ്. ഓർക്കാനുള്ളൊരു ഒരു ഇട വരുത്തരുതേ ദൈവമേ എന്നാണ് വീണ്ടും ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുള്ളത്. ഇനിയും അങ്ങനെയുള്ള ദുരന്തങ്ങൾ ഇനി നമ്മുടെ ഭൂമിയിൽ നിന്നല്ല ലോകത്ത് എവിടെയും ഉണ്ടാകരുതേ എന്നുള്ളൊരു പ്രാർത്ഥനയായിരുന്നു. നമ്മളിപ്പോൾ ഒരു കൊല്ലത്തോട്ട് അടുക്കുമ്പോൾ എനിക്ക് ആദ്യം ഗവൺമെൻറ് പറഞ്ഞിരുന്ന ദിനപത്ത 3 മാസം അവർ തന്നിരുന്നെങ്കിലും പിന്നീടത് തരാമെന്ന് പറഞ്ഞ ദിനപത്ത എനിക്ക് ലഭിച്ചില്ല. കാരണം ഞാൻ എസ്റ്റേറ്റ് എംപ്ലോയി ആണ് എന്ന കാരണത്താലാണ് അവർ അത് എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ എനിക്ക് തരില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഭാര്യയ്ക്ക് കിട്ടേണ്ട പൈസയും അവർ ഈ കാരണത്താൽ അവർ തരില്ല എന്ന് പറയുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ എനിക്ക് കഴിഞ്ഞ മാസം ഈ മാസം വരെ വാടക ലഭിച്ചുകൊണ്ടിരുന്നതാണ്. അത് ഈ പറഞ്ഞ ഞാൻ അവിടെ എസ്റ്റേറ്റിൽ എനിക്ക് ക്വാർട്ടേഴ്സ് ഉണ്ടെന്ന പേരിൽ അതും അവർ തരില്ല എന്ന് പറഞ്ഞ് അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞാൽ ഞാൻ കോട്ടയസിലാണ് താമസം. ഞാനിപ്പോൾ നിലവിൽ വാടക വീട് എടുത്ത് അവിടെയാണ് ഞാൻ കഴിയുന്നത്. സാധനങ്ങളും എല്ലാം അവിടെയാണ്. കോട്ടയസ് എന്ന് പറയുന്നത് അവിടെ ജോലിക്ക് പോകാൻ എളുപ്പത്തിന് ഞാനവിടെ കുറഞ്ഞ സാധനങ്ങൾ മാത്രമായിട്ട് അവിടെ പോയി വരുന്നതെന്ന് മാത്രമേ. പക്ഷേ ഞാൻ എല്ലാ മാസവും എൻ്റെ വാടക കൊടുക്കുന്ന ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ കളക്ടറെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ MLAക്ക് പരാതി കൊടുത്തു. MLA അറിയിച്ചിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അത് നിലവിൽ അതിൻ്റെ അപ്ഡേഷനൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ അത് അന്വേഷിക്കാനായിട്ട് താലൂക്കിൽ നമ്മൾ വൈഫ് ചെന്ന സമയത്ത് വളരെ അധിക്ഷേപിക്കുന്ന തരത്തിലാണ് ഉദ്യോഗസ്ഥർ പെരുമാറിയത്. ഇവരുടെ എല്ലാം
സഹായങ്ങൾ, അതായത് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന 300 രൂപ ആയിക്കോട്ടെ അല്ലെങ്കിൽ വാടക ആയിക്കോട്ടെ, എല്ലാം ഇപ്പോൾ തടഞ്ഞു വെച്ചേക്കുക. അവർക്ക് ലിജോയുടെയൊക്കെ ആണെങ്കിലും സ്വന്തമായിട്ട് ക്വാർട്ടേഴ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാത്തിൽ നിന്നും ഇപ്പം മാറ്റി നിർത്തുന്ന ഒരവസ്ഥയാണ്. വീടില്ല, സ്ഥലമില്ല, അതുപോലെ തന്നെ ഉറ്റവരും ഉടയവരും ഒന്നുമില്ല. ഈ ആളുകളെ തന്നെ ഇങ്ങനെ ദ്രോഹിക്കുമ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് എങ്ങനെയാണ് അവർ ജീവിക്കുക എന്നുള്ളൊരു ഇത് നമുക്ക് മുന്നിലുണ്ട്.